കൊച്ചിയിൽ തീ തുപ്പുന്ന ബൈക്കുമായി അഭ്യാസ പ്രകടനം. ഇടപ്പള്ളി കളമശ്ശേരി റൂട്ടിലാണ് സൈലൻസർ രൂപമാറ്റം വരുത്തിയ ബൈക്കുമായി അഭ്യാസ പ്രകടനം നടത്തിയത്. ബിനിലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ, ഈ വെടിയും പുകയും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ റോഡിൽ. ഇപ്പോൾ വെടിയും പുകയുമായി പോവുകയാണ് ഈ വണ്ടി. ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? രതീഷ്, വെടിയും പുകയും ഒക്കെയായി എന്തും കാണിക്കുന്ന ഒരു കൂട്ടം നമുക്കിടയിൽ വളർന്നു വരുന്നു എന്നത് തന്നെയാണ്. അവർ ശ്രദ്ധ നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. അതാണ് നമുക്ക് ഈ നിരത്തുകളിലൊക്കെ കാണാൻ കഴിയുന്നത്. ഈ ഓപ്പറേഷൻ താർ എന്ന പേരിൽ ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളിലെ നിയമലംഘനങ്ങൾ ഇതെല്ലാം പിടികൂടാനായിട്ട് വലിയ ആക്ഷൻ പ്ലാനുകളുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യം പകർത്തിയിരിക്കുന്നത് കഴിഞ്ഞ 2-ാം തീയതി രാത്രി 10:20 ആ 10:20 ആ ദൃശ്യങ്ങൾ പകർത്തുന്നത് ഇടപ്പള്ളി ലുലു മാളിൽ നിന്ന് കളമശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന വഴിക്കാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. ഈ ബൈക്കിന് പിന്നാലെ പോയവരാണ് ഈ നിയമലംഘനം കണ്ട അവർ ഇത് പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ പകർത്തുകയും അത് മോട്ടോർ വാഹന വകുപ്പിന് അവർ കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അത്തരത്തിൽ ശക്തമായൊരു നടപടികളിലേക്ക് പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് തിരുവനന്തപുരം രജിസ്ട്രേഷനിലുള്ള ആ ബൈക്കാണ്. ആ ബൈക്കിന്റെ ഉടമ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശക്തമായ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ, പ്രത്യേകിച്ച് ഈ വാഹനങ്ങളുടെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ടും മറ്റ് ട്രാഫിക് നിയമലംഘനങ്ങളും കണ്ടുവരികയാണ്. ഓരോ ദിവസവും ഇടുക്കിയിലെ മൂന്നാറിലെ ഗ്യാപ് റോഡിൽ നിന്ന് ഓരോ ദൃശ്യങ്ങളായി പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സൂപ്പർ ബൈക്കുകളിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ എല്ലാ ജില്ലകളിൽ നിന്നും വാർത്തയായി വരുന്നു. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നതെന്ന് അറിയില്ല, പക്ഷേ ശ്രദ്ധ നേടാൻ അവരെന്തും ചെയ്യും. അത്തരത്തിലൊരു സംഭവമാണ് നമുക്ക് എറണാകുളത്തും കണ്ടിരിക്കുന്നത്. ഇത് വലിയ പണം മുടക്കിയാണ് ഇത്തരത്തിൽ സൈലൻസറിൽ രൂപമാറ്റം വരുത്തുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ രൂപമാറ്റം വരുത്തുന്ന ആളുകളെ കൂടി ഇനി നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനെല്ലാം ഒരു അറുതി ഉണ്ടാവും. കാര്യം ഇതിന് സാങ്കേതിക സഹായം നൽകുന്നവരെ കൂടി ഇനി ശക്തമായ നടപടികളിലൂടെ അവർക്കൊരു ശിക്ഷ ഉറപ്പാക്കുക കൂടി ചെയ്താൽ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും.